നമസ്കാരം. ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ. CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊല്ലത്ത് തുടക്കം. ഇന്നലെ ആശ്രമത്തെ സീതാറാം യെച്ചൂരി നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ KN ബാലഗോപാൽ പതാക ഉയർത്തി. ഇന്ന് രാവിലെ 9 മണിയോടെ മുതിർന്ന നേതാവ് AK ബാലൻ പതാക ഉയർത്തും. തുടർന്ന് PV അംഗം പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ 530 പ്രതിനിധികൾ പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം പ്രവർത്തന റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിക്കും. ഇതോടൊപ്പം നവകേരള നയരേഖ മുഖ്യമന്ത്രിയും അവതരിപ്പിക്കും. സംസ്ഥാനത്തേക്ക് വൻകിട നിക്ഷേപം ഉൾപ്പെടെ ആകർഷിക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങളടക്കം ചേർന്നാണ് നയരേഖ. മധുരയിൽ ഏപ്രിൽ 2 മുതൽ 6 വരെ നടക്കുന്ന 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ഇന്നു മുതൽ 9 വരെയാണ് സംസ്ഥാന സമ്മേളനം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ റാഗിംഗ് കേസുകൾ UGC കക്ഷിയേർക്കാനുള്ള സുപ്രധാന തീരുമാനമെടുത്ത് ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച്. റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ രൂപീകരിച്ച പ്രത്യേക ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗിലായാണ് നിർണായകമായ ഈ തീരുമാനം. റാഗിംഗ് നിരോധന നിയമപ്രകാരം സംസ്ഥാനത്തെ കോളേജുകളിൽ പ്രത്യേക നിയമങ്ങൾ രൂപീകരിക്കണമെന്നും സർക്കാരിനും പ്രവർത്തന ഗ്രൂപ്പ് രൂപീകരിക്കാമെന്നും പ്രത്യേക ബെഞ്ച് നിർദ്ദേശിച്ചു. മതനിരപേക്ഷ കക്ഷികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാവില്ലെന്ന BJPയുടെ പല്ലവി ഏറ്റുപാടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ RSS പ്രചാരക് ആക്കണമെന്ന് KPC പ്രസിഡന്റ് K സുധാകരൻ MP. BJPയെ ഫാസിസ്റ്റ് എന്ന് വിളിക്കാൻ പോലും നാക്കുപന്താത്ത മുഖ്യമന്ത്രി ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനെയാണ് വളഞ്ഞിട്ട് ആക്രമിക്കുന്നതും സുധാകരൻ കുറ്റപ്പെടുത്തി. SFഐക്കെതിരെ പരോക്ഷ പരിഹാസവുമായ G. സുധാകരൻ്റെ കവിത യുവതിയിലെ കുന്തവും കുടച്ചക്രവും എന്ന പേരിലാണ് സുധാകരൻ കവിത എഴുതിയിരിക്കുന്നത്. ഞാൻ പഠിച്ച വിപ്ലവ കലാസ്ഥാപനം കുറ്റക്കാരൻ നിറയാൻ തുടങ്ങുന്നു, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിങ്ങനെ നേരായി വായിക്കാൻ ക്ഷമയില്ലാത്തവർ എന്നാണ് കവിതയിലൂടെ സുധാകരൻ പറയുന്നത്. ആശാവർക്കർമാരുടെ സമരത്തെ പിന്തുണച്ചും CITU നേതാവ് KN ഗോപിനാഥിന്റെ ഉമ്മ കൊടുത്തോ പരാമർശത്തെ വിമർശിച്ചും വടകര MP ഷാഫി പറമ്പിൽ. മനസാക്ഷിയുള്ളവർക്ക് ആശാവർക്കർമാരുടെ ഉമ്മ കൊടുക്കാൻ തോന്നുമെന്ന് പറഞ്ഞ ഷാഫി ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ തന്നെ അമ്മയെ പരിപാലിച്ചുറങ്ങുന്നവരാണ് ആശാവർക്കർമാരെന്നും ചൂണ്ടിക്കാണിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് കുട മാത്രമാണോ ഇനി ഉമ്മ കൂടി കൊടുത്തോ എന്നറിയില്ലെന്ന് CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥിന്റെ അധിക്ഷേപത്തിനായിരുന്നു ഷാഫിയുടെ ഈ മറുപടി. വാളയാർ കേസിൽ സുപ്രധാന നീക്കവുമായി CBI കോടതിയിൽ മരിച്ച പെൺകുട്ടിയുടെ അമ്മയും ഇളയ പെൺകുട്ടിയുടെ അച്ഛനും മൂത്ത കുട്ടിയുടെ രണ്ടാം അച്ഛനുമായ വ്യക്തിയെയും കേസിൽ പ്രതി ചേർക്കണമെന്ന് CBI വിചാരണ കോടതിയിൽ ആവശ്യപ്പെട്ടു. വാളയാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതിൽ അമ്മയ്ക്കും പങ്കുണ്ടെന്നാണ് CBIയുടെ കണ്ടെത്തൽ. ആകെയുള്ള 9 കേസുകൾ 6 അമ്മയെയും അച്ഛനെയും പ്രതി ചേർത്തതായി CBI കോടതി അറിയിച്ചു. പാലിയേറ്റീവ് പരിചരണം സാർവത്രികമാക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സാർവത്രിക പാലിയേറ്റീവ് കെയർ സേവനത്തിനായി തയ്യാറാക്കിയ 1-ാം ഘട്ട പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ യോഗം ചർച്ച ചെയ്ത് അന്തിമ രൂപമാക്കി. 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മെറ്റ കമ്പനിയിൽ നിന്ന് വിവരങ്ങൾ തേടി അന്വേഷണ സംഘം ആസൂത്രണം ചെയ്ത ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനാണ് നീക്കം. താമരശ്ശേരിയിലുള്ള ഷഹബാസിന്റെ വീട്ടിലെത്തിയ അന്വേഷണ സംഘം മൊബൈൽ ഫോൺ ഉൾപ്പെടെ പരിശോധിച്ചു. സൈബർ പോലീസ് ഉൾപ്പെടുന്ന അന്വേഷണ സംഘം താമരശ്ശേരിയിലെ ഷഹബാസിന്റെ വീട്ടിലെത്തി പരിശോധനയും നടത്തി. ഷഹബാസിന്റെ ഫോൺ ഉൾപ്പെടെ സംഘം പരിശോധിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 8-ന് തിരുവനന്തപുരം കനകക്കുന്ന് നിശാഗന്ധ ഓഡിറ്റോറിയത്തിൽ സംസ്ഥാനതല പരിപാടികൾ സംഘടിപ്പിക്കും. പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മാർച്ച് 8-ന് വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും. വിവിധ മേഖലകളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്രയും മികവും പ്രകടമാക്കിയ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് വനിതാ രത്ന പുരസ്കാരവും നൽകും. കണ്ണൂർ കരിക്കോട്ടക്കരിയിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ കുട്ടിയാന ചരിഞ്ഞു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കുട്ടിയാനെ ഇന്നലെ വൈകിട്ട് വെറ്ററിനറി ഡോക്ടർ അജീഷ് മോഹൻദാസ് നേതൃത്വത്തിലാണ് മയക്കുവെടി വെച്ച് പിടികൂടിയത്. ആനയുടെ താടിയലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആന പന്നിപ്പടക്കം കടിച്ചാണ് മുറിവിന് കാരണമെന്നാണ് വനം വകുപ്പ് അറിയിക്കുന്നത്. ആനയുടെ അന്നനാളത്തിന് ഉൾപ്പെടെ ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. തീറ്റയോ വെള്ളമോ എടുക്കാനാവാത്ത സ്ഥിതിയായിരുന്നു. പടക്കം പൊട്ടിയതിന്റെ ആഘാതത്തിൽ പല്ലും നാക്കും ഉൾപ്പെടെ തകർന്നിരുന്നു. ബസ് റൂട്ട് പെർമിറ്റ് മാറ്റാൻ കൈക്കൂലിയും മദ്യവും പണവും ആവശ്യപ്പെട്ട കേസിൽ എറണാകുളം മുൻ RTO ജേഴ്സന് ജാമ്യം. കേസിലെ മറ്റ് 2 പ്രതികൾക്കും ജാമ്യം ലഭിച്ചു. മെഴ്സിന്റെ റിമാൻഡ് കാലാവധി തീരാനിരിക്കെയാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. നേരത്തെ കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. മെഴ്സറിന് എറണാകുളം RTO ആയിരിക്കെയാണ് ബസ് റൂട്ട് പെർമിറ്റ് മാറ്റാൻ കൈക്കൂലിയുമായി പണവും മദ്യവും ആവശ്യപ്പെട്ടത്. 10 വർഷം മുൻപ് കടലിൽ കാണാതെ മത്സ്യത്തൊഴിലാളികളുടെ ഇൻഷുറൻസ് ക്ലെയിം അനുവദിക്കാത്ത കമ്പനിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ അവകാശികൾക്ക് ക്ലെയിം അനുവദിക്കുന്ന കാര്യത്തിൽ കമ്പനി 2 മാസം തീരുമാനം എടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. വയനാട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ 207 വായ്പകളിലായി 3.85 കോടി രൂപ എഴുതിത്തള്ളുമെന്ന് കേരള ബാങ്ക്. ഉരുൾപൊട്ടൽ സർവ്വം നഷ്ടപ്പെട്ട ആളുകൾ കേരള ബാങ്കിന്റെ ചുരൽമല മേപ്പാടി ശാഖകൾ വായ്പകളുടെ വായ്പ എഴുതിത്തള്ളതിന്റെ ഭാഗമാണ് ഈ നടപടി.
കാക്കനാട് തെങ്ങോട് ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെ സഹപാഠികൾ നായ്ക്കളുടെ പൊടി എറിഞ്ഞ സംഭവത്തിൽ അധ്യാപകർക്കെതിരെ നടപടി. 3 അധ്യാപകരെ സസ്പെൻഡ് ചെയ്യുകയും ഒരാളെ സ്ഥലം മാറ്റുകയും ചെയ്തു. PS ശ്രീകാന്ത്, ജിഷ ജോസഫ്, NS ദീപ എന്നിവരെയാണ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സസ്പെൻഡ് ചെയ്ത്. അധ്യാപക RS രാജിയെയാണ് സ്ഥലം മാറ്റിയത്. തിരുവനന്തപുരം നാവായിക്കുളത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. ഗിരീഷ്ണയാണ് കിടപ്പൂറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കലമ്പരം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പാലക്കാട് അട്ടപ്പാടിയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന അച്ഛനെ മക്കൾ കൊലപ്പെടുത്തി. അഗളി വസത്തിയൂരിലെ ഈശ്വരനെയാണ് മക്കളായ രാജേഷും രഞ്ജിത്തും അടിച്ച് കൊലപ്പെടുത്തിയത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് അഗളി പോലീസ് എത്തി ഇവരെ പിടികൂടിയത്. മക്കൾ മദ്യലഹരിയിലായിരുന്നു. കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും 2 പെൺമക്കളും ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ സംഭവത്തിൽ ഭർത്താവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. തൊടുപുഴ സ്വദേശി ചേരിയിൽ വലിയ പറമ്പിൽ നോബി ലൂക്കോസിനെയാണ് ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. നിലവിൽ കേസിൽ നോബി മാത്രമാണ് പ്രതി. കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. മലപ്പുറത്ത് മയക്കുമരുന്ന് കേസിലെ 2 പ്രതികളെ കാപ്പ ചുമത്തി തടവിലാക്കി. നിരവധി മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ട കുപ്രസിദ്ധ ഗുണ്ടകളായ കൊണ്ടോട്ടി ഉളവട്ടൂർ സ്വദേശി മുഹമ്മദ് ഷാഫി, കൽപ്പകഞ്ചേരി വൈലത്തൂർ സ്വദേശി ജാഫർ അലി എന്നിവരെയാണ് കാപ്പ നിയമം ചുമത്തി അറസ്റ്റ് ചെയ്തത്. കേരളത്തിൽ പലയിടങ്ങളിലും സാധാരണയേക്കാൾ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാമെന്ന് മുന്നറിയിപ്പ്. ഇതിനോടൊപ്പം തന്നെ അൾട്രാവയലറ്റ് രശ്മികളെ സൂക്ഷിക്കണമെന്ന പ്രത്യേക അറിയിപ്പുമുണ്ട്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ താപനില 32 ഡിഗ്രി സെൽഷ്യസ് വരെ ആയേക്കാം. പാലക്കാട് ഇന്നലെ 32.3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില രേഖപ്പെടുത്തി. UAEയിൽ 2 മലയാളികളുടെ വധശിക്ഷ നടപ്പാക്കി. കൊലപാതക കുറ്റം ചുമത്തപ്പെട്ട മുഹമ്മദ് റിനാഷ് എ, മുരളീധരൻ PV എന്നിവരുടെ വധശിക്ഷയാണ് UAEയിൽ നടപ്പാക്കിയത്. UAE പൗരനെ വധിച്ചെന്നായിരുന്നു മുഹമ്മദ് റിനാഷിനെതിരെയുള്ള കേസ്. മുരളീധരൻ ഇന്ത്യൻ പൗരനെ വധിച്ചതിനാണ് വിചാരണ നേട്ടത്. സാധ്യമായ എല്ലാ നിയമസഹായവും നൽകിയിരുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കന്നഡ യുവനടി രന്യ റാവുവിന്റെ അറസ്റ്റിന് പിന്നാലെ മകളുമായി മാസങ്ങളായി ബന്ധമില്ലെന്ന് പ്രതികരണവുമായി കർണാടക DGP K. രാമചന്ദ്ര റാവു. സ്വർണ്ണക്കടത്ത് കേസിൽ നടി രന്യ റാവുവിനെ ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടിയത് ഏറെ ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം. നടിയുടെ അടിക്കടിയുള്ള വിദേശയാത്രകളാണ് DRI സംഘത്തിന് സംശയം ഉണ്ടാക്കിയത്. CSFന്റെ 56ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ കിഴക്കൻ കടൽ തീരങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുന്ന 6551 കിലോമീറ്റർ ദൈർഘ്യമുള്ള സൈക്കിൾ റാലി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫ്ളാഗ് ഓഫ് ചെയ്യും. ദില്ലി മുൻ മുഖ്യമന്ത്രി AP ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ധ്യാനത്തിൽ. ദില്ലി അംബേദ്കർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിലേക്ക് SFIക്ക് വിജയം. 40 സീറ്റിൽ 24 സീറ്റും വിജയിച്ച SFI സർവകലാശാല യൂണിയൻ ഭരണവും പിടിച്ചെടുത്തു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക അടുത്ത മാസം 2 മുതൽ പരസ്പര തീരുവ ചുമത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്താനുള്ള US ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തെ തീരുമാനത്തിന്റെ പ്രതികരണവുമായി ചൈന. ഭക്ഷണം, ഇന്ധനം, മരുന്ന് തുടങ്ങിയവയുടെ വിതരണം ഇസ്രായേൽ നിർത്തിവെച്ചതിന് പിന്നാലെ ഗാസയിൽ ആവശ്യ വസ്തുക്കളുടെ വില കുതിച്ചു വരുന്നതായി റിപ്പോർട്ടുകൾ. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യക്ക് എതിരാളി ന്യൂസിലാൻഡ്. ഇന്നലെ നടന്ന 2ാം സെമി ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 50 റൺസിന് തകർത്താണ് ന്യൂസിലാൻഡ് ഫൈനലിൽ എത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് രജൻ രവീന്ദ്രയുടെയും കെയ്ൻ വില്യംസിന്റെയും സെഞ്ചുറികളുടെ കരുത്തിൽ 50 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 360 റൺസെടുത്തു. കൂറ്റൻ വിജയലക്ഷ്യമായി ക്രീസിലിറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് 50 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 312 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഡേവിഡ് മില്ലറുടെ അപരാജിത സെഞ്ചുറിക്കും ന്യൂസിലാൻഡിന്റെ വിജയത്തെ തടയാൻ ആയില്ല. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.